ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 118 സങ്കീർത്തനം 24 വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദിവസം, ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിപ്പാൻ കരുതിയിരിക്കുന്ന ദിവസം, ദൈവം നമ്മൾ ഓരോരുത്തർക്കും പ്രത്യാശ തരാൻ കരുതിയിരിക്കുന്ന ദിവസം, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും അരുളാൻ കർത്താവ് കൊണ്ടിരിക്കുന്ന ദിവസം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിക്കുക. ഇത് പാപപരിഹാര ദിവസമാണ്. മാത്രമല്ല, ഇത് സന്ദർശന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് രക്ഷാ ദിവസമാണ്. അതെല്ലാം ചിന്തിച്ചതാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നമുക്ക് അനോയിൻമെൻറ്റ് കിട്ടേണ്ട ദിവസമാണ്. ഇന്ന് നമുക്ക് അഭിഷേകം ലഭിക്കേണ്ട ദിവസമാണ്. എന്തിൻ്റെ അഭിഷേകം? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ളതായ അഭിഷേകം, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനുള്ളതായ അഭിഷേകം. പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം ലഭിക്കാൻ നാം ആഗ്രഹിച്ച് കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമാക്കി അവിടെ നിന്ന് എനിക്ക് തീർത്തു തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിങ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്ന ദിവസം, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകി എൻ്റെ തലയിൽ കൂടി എണ്ണയായി എൻ്റെ ശരീരത്തിൽ ആസകലം ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന അനുഭവം. പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേക തൈലം എൻ്റെ തലയിൽ വീണ് ഞാൻ അഭിഷിക്തനാകുന്ന ദിവസം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊന്നും എനിക്ക് കിട്ടുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്, എനിക്കില്ല എന്ന് വിചാരിക്കരുത്. ഇത് ആർക്കും ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആർക്കും ലഭിക്കും. വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കാൻ ആർക്കും സാധിക്കും. വിശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രം മതി. നമ്മുടെ ആളത്വം ശുദ്ധീകരിക്കപ്പെടാൻ നാം വിട്ടുകൊടുത്താൽ മാത്രം മതി. നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? അനേകം പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തർക്കും താങ്ങാൻ വയ്യാത്ത വിഷയങ്ങളുണ്ട്. നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ചുമടുകളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായി നമുക്ക് ശക്തി തരുന്നൊരനുഭവമുണ്ട്. അത് ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിന് നടപടിയായിട്ട് കിട്ടുക. ഇത് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുകയാണ്. യേശുക്രിസ്തു സാന്നിധ്യം കിട്ടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ
കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്നുള്ള ഒരു അനുഭവമാണ്. കർത്താവ് അടുത്ത് ചേർന്ന് നിൽക്കുന്നു. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും, നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കുമ്പോഴും, ജോലി കാര്യങ്ങൾ നോക്കുമ്പോഴും എല്ലാം എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് വാസ്തവത്തിൽ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകത്തിൻ്റെ മൂല്യം അതാണ്, അതിൻ്റെ അനുഭവം അതാണ്. പക്ഷേ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ ചിലപ്പോൾ കൃപ കിട്ടിയെന്ന് വരും. അതുപോരാ, ഏതൊരു ജോലി ചെയ്യുമ്പോഴും നാം ഏതെല്ലാം ബന്ധപ്പാടുകൾക്കിടയിലാണെങ്കിലും, ഭാരങ്ങൾക്കിടയിലാണെങ്കിലും, രോഗത്തിൻ്റെ വേദനാകരമായ അനുഭവങ്ങൾക്കിടയിലാണെങ്കിലും, ഏതൊരു സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കണം. അത് നിങ്ങൾ ആർത്തിയോടെ ആഗ്രഹിക്കണം. അത് ഒന്ന് കിട്ടിയിട്ട് വിട്ടുപോകുന്നതല്ല, അത് നിരന്തരം ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുക. നമ്മൾ ഒരുപക്ഷെ ക്ലാസ്സിൽ ജോലി പഠിപ്പിക്കുകയാണെന്നിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നാം ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നാം ജോലി ചെയ്യുകയാണ്, ഏതെങ്കിലും ഓഫീസ് എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നു. ജോലികൾ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും മുടങ്ങില്ല. എല്ലാം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുക എന്നൊരു വലിയൊരു ഭാഗ്യമാണത്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് പിന്നെ പേടിക്കാനില്ല, കാരണം യേശുക്രിസ്തു അടുത്ത് നിൽക്കുന്നു. ഞാൻ പിടിച്ചിരിക്കുന്ന എൻ്റെ പേനയിൽ യേശുവാണ് പിടിച്ചിരിക്കുന്നത്, ഞാൻ എഴുതുന്ന എൻ്റെ പേനയിൽ യേശുവാണ് പിടിച്ചിരിക്കുന്നത്. നമുക്കൊരു ഉറപ്പ് കിട്ടുന്നു, ഒരു ധൈര്യം കിട്ടുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും എന്നും നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പരമസാന്നിധ്യം ലഭിക്കണമെന്നുള്ളത് നമ്മുടെ വാഞ്ചയായിരിക്കണം. അത് ഒന്ന് വിട്ടുപോകുന്നതല്ല, ഒന്ന് തൊട്ടു ഇത് വിട്ടുപോകുന്നു, അങ്ങനെ അതല്ല. എന്നാൽ വിട്ടുപോകാത്ത രീതിയിൽ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ല എങ്കിൽ, ആ അനുഭവം കിട്ടുന്നില്ല, അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം, വളരെ ലളിതമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ല, എന്ത് ചെയ്യണം ചിന്തിക്കുക. കർത്താവേ, എന്താണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടാത്തത്? അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ഓർമ്മ വരും, നമുക്ക് തെറ്റുപറ്റിയ കാര്യങ്ങളിൽ ഓർമ്മ തരും, നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ അബദ്ധം പറ്റിയത് ഓർമ്മ വരും. കർത്താവ് പരിശുദ്ധാത്മാവ് വെളിച്ചത്തിൻ്റെ ആത്മാവാണല്ലോ. പരിശുദ്ധാത്മാവ് നമുക്ക് തെറ്റുപറ്റിയ കാര്യങ്ങളിൽ ചിലത് ഓർമ്മ തരികയും നമ്മളെ ഉണർത്തുകയും ചെയ്യും. ഉടനെ നാം കർത്താവെ തെറ്റുപറ്റിപ്പോയല്ലോ, ക്ഷമിക്കണം, ദൈവത്തോട് പറയുന്നു, ദൈവത്തോട് നിരപ്പാകുന്നു, എല്ലാം സമാധാനമായിത്തീരുന്നു. ഈ ജോൺ ഗ്ലെൻ എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരി, അദ്ദേഹം ബഹിരാകാശ യാത്രയ്ക്ക് ചന്ദ്രനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം സ്നേഹിതർ ചോദിച്ചു, ആട്ടെ എങ്ങനെ പോകുന്നു, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള നല്ല ധൈര്യത്തോടുകൂടിയാണോ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ലളിതമായിട്ട് പറയണേ, ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടായി ആരുമായിട്ട്? യേശുവായിട്ട്. ഞങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായെന്ന്. ഈ ബഹിരാകാശത്തേക്ക് ഇങ്ങനെ പോകാൻ പോവുക. പക്ഷേ പറയും, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, വഴക്കുണ്ടായതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വി ആർ സോ ക്ലോസ്, അത്രമാത്രം അടുപ്പമായിരുന്നു, അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിരുന്നു. യേശുവും ഞാനുമായിട്ട് അത്ര ഇൻറ്റിമേറ്റ് ആണെന്ന്. അത്ര അടുപ്പം, ക്രിസ്തുവിനോട് ആ ഒരു അടുപ്പം നമുക്ക് ലഭിക്കുന്നതാണ് വാസ്തവ ക്രിസ്തീയ ജീവിതം. കുറേ തത്വങ്ങൾ പഠിക്കുന്നതല്ല, കുറേ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതല്ല, ക്രിസ്തുവിനോടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഇൻറ്റിമസി അത് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം പടിപടിയായിട്ട് വളർന്നു വരുന്നത്. ജീവിതം വളർന്നുകൊണ്ടേയിരിക്കും, വളർച്ച പൂർത്തിയാകുന്നുമില്ല. അത് മരണം വരെയും ഈ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ആരും തികഞ്ഞവനാകുന്നില്ല. ഈ ഭൂമിയിലുള്ള ആരും തികഞ്ഞവരല്ല. മരണം വരെയും നാം ഈ ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ അവസരങ്ങൾ വരുമ്പോഴാണ് നാം സമർപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. എനിക്കറിയാം, ഞാൻ സമർപ്പിച്ചു എന്നൊക്കെ പറയും, കർത്താവേ ഞാൻ വലയും പടകും വിട്ടതിനെ അനുഭവിക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ വലയും പടകും വിട്ടതിനെ അനുഭവിക്കുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോഴും പിന്നീട് ചില ടെസ്റ്റ് കേസ് വരുമ്പോഴും എനിക്ക് മനസ്സിലായില്ല, ഞാൻ എല്ലാം വിട്ടിട്ടില്ല മനസ്സിലാകുന്നു. പിന്നെ ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ അനുഭവം പറയുന്നത്, ഞാൻ ചിലപ്പോൾ കർത്താവ് ഞാൻ മുഴുവനും എന്നെ തന്നെ, എൻ്റെ സ്വയവും എൻ്റെ ജഡവും എൻ്റെ ലോകസ്നേഹവും എല്ലാം വിടുന്നു. കർത്താവ് എനിക്ക് എൻ്റെ യേശു മാത്രം മതി എന്ന് ഞാൻ പറയുന്നു. സമർപ്പണമാണ്. ആ സമർപ്പണം കർത്താവ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചില പ്രത്യേക അവസരങ്ങൾ വരുമ്പോഴാണ് അയ്യോ ആയിട്ടില്ലല്ലോ, അത് ശരിയായിട്ട് വിട്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നു. അപ്പോൾ വീണ്ടും സമർപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വീണ്ടും സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്
നമ്മുടെ ആത്മാവിൽ വളരുന്നത്. അപ്പോഴാണ്, അങ്ങനെ പോകുമ്പോഴാണ് ആത്മാവിൻ്റെ അഭിഷേകം, ദ ഔട്ട് പോറിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. അഭിഷേകം ലഭിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. ആത്മാവിൻ്റെ അഭിഷേകം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യഭാഷ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദർശനം കാണണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ തിരുവചനം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകരാകണമെന്നല്ല പറയുന്നത്. ഇതൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് നിങ്ങളുടെ ഒരു ചിന്താവിഷയമായിരിക്കണം. എപ്പോഴും എൻ്റെ കർത്താവേ, എപ്പോഴും യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് കിട്ടണം. ഇടയ്ക്ക് നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഇതിൻ്റെ എൻ്റെ കൂടെ തന്നെ ഇല്ലേ, നമ്മൾ ചിന്തിക്കണം. അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, യേശു നീ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലേ. അങ്ങനെ ചോദിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അപ്പോഴാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ മധുരിമ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചായിരിക്കാം. 84 സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് അതിനോട് ബന്ധപ്പെട്ട് വായിക്കുന്നത്. 84 സങ്കീർത്തനം 10 വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. കോരഹപുത്രമായി പറയുകയാണ്, നിന്റെ പ്രാകാരങ്ങളിൽ, നിന്റെ ആലയത്തിൽ, നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഈ കോരഹുവിൻ്റെ മക്കൾ അപ്പൻ്റെ കൂടെ പോയി നശിച്ചില്ല. കോരഹ് മോശയുടെ ഫെഷ്കസിനാണ്. മോശയുടെ അപ്പൻ്റെ സഹോദരൻ്റെ മകനാണ് കോരഹ്. എന്നാൽ ഈ കോരഹ് ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കാതെ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശയോട് ചേർന്ന് നിൽക്കാതെ മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചു. മോശയ്ക്കെതിരായി ഒരു വിരുദ്ധ ചിന്ത വരുത്തി. അതിന് കൂടാണ്ട് 250 പേരോളം കൂടി. കോരഹ്, ദാഥാൻ, അബീറാം ഇങ്ങനെ 3 പേരാണ് നേതൃത്വം കൊടുത്തത്. പക്ഷേ മൊത്തം ഒരു 250 പേര് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അവിടെ ഉയർന്നു വന്നു. ഒരു ഗ്രൂപ്പ് എതിരായിട്ട് വന്നു. അപ്പോൾ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം പറഞ്ഞു, ഈ കോരഹും മോൻ്റെ കൂട്ടിലും എല്ലാവരും വരട്ടെ, മോശയും മഹ്റൂനും വരട്ടെ. എല്ലാവരും ചേർന്ന് നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു, ഈ അവിശ്വാസികളിൽ നിന്ന്, മത്സരികളായ കോരഹിൻ്റെയും കൂട്ടരുടെ ഇടയിൽ നിന്ന് എല്ലാവരും മാറിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അവർ മത്സരികളാണ്. അവർ ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രവാചകനോട് മത്സരിച്ചിരിക്കുകയാണ്. ദൈവത്തോടും ദൈവത്തിൻ്റെ അഭിഷേകത്തോട് മത്സരിച്ചിരിക്കുകയാണ്. എല്ലാവരും മാറി നിൽക്കുകയും എന്ന് പറഞ്ഞു. ആർക്കൊന്നും മനസ്സിലായില്ല, എന്താണ് വരാൻ പോകുന്നത് മനസ്സിലായില്ല, എന്താണ് ദൈവം പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ദൈവം പറഞ്ഞു, കൽപ്പന അനുസരിച്ച് മാറി നിന്നു. വലിയൊരു ശിക്ഷ വരാൻ പോകുന്നു, ആ ശിക്ഷയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാറിക്കൊള്ളുവിനാണ് പറഞ്ഞത്. കോരഹിൻ്റെ മക്കൾ അപ്പനോട് ചേർന്ന് നിൽക്കാതെ അവരും മാറി നിന്നു. അവർ ഓടിച്ചെന്ന് സമാഗമനകൂടാരത്തിനകത്ത് ചെന്ന് അവർ അവിടെ യാഗപീഠത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് നിന്നു. യാഗപീഠത്തിൻ്റെ മറവിൽ മറിഞ്ഞു നിന്നു. പെട്ടെന്നാണ് ഉണ്ടായത്, ഭൂമി അങ്ങ് പിളർന്നു. ഭൂമി പിളർന്ന് കോരഹിൻ്റെ കൂടെയുള്ള എല്ലാവരും, കോരഹും ആ കൂടെയുള്ള എല്ലാവരും, അവരെല്ലാവരും ജീവനോടെ ഭൂമി പിളർന്ന് ഭൂമിയിലെ അടിയിലേക്ക് പോയി. പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് വേദവസ്തം പറയുന്നത്. പാതാളത്തിലേക്ക് പോയി എല്ലാവരും. ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവമാണ് ഭൂമി പിളർന്ന് കൂടെ ആളുകളിങ്ങനെ ഒഴുകിക്കളയുക എന്ന് പറയുന്നത്. അതന്ന് സംഭവിച്ചു. ആ വലിയ അനർത്ഥം വന്നപ്പോൾ ഭാഗ്യവശാൽ കോരഹിൻ്റെ മക്കൾ അപ്പനോട് ചേർന്ന് നിന്നില്ല. അപ്പൻ അവിശ്വാസിയായപ്പോൾ അവിശ്വാസിയായ അപ്പനോട് ചേർന്ന് നിൽക്കാതെ ആ കൂട്ടത്തിൽ നിന്ന് മാറി. അതുകൊണ്ട് പിന്നീട് അവർ പറയുകയാണ്, എനിക്ക് എൻ്റെ ദൈവമേ, എനിക്ക് ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവക്കാനായിരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. ദുഷ്ടന്മാരുടെ കൂടെ പാർക്കുന്നതിനേക്കാൾ. ആ വാക്യം ഒന്ന് വായിക്കൂ. ദുഷ്ടന്മാരെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. 10-ാം വാക്യത്തിൽ തന്നെയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ എന്ന ദുഷ്ടൻ എന്ന് പറയുന്നത് സ്വന്തം അപ്പനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൻ മത്സരിയായപ്പോൾ ദുഷ്ടനായി, അവിശ്വാസിയായി. അവിശ്വാസികളുടെ കൂടെ ഞാൻ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഞാൻ
ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവക്കാരനായി നിന്നാൽ മതി, ആലയത്തിൽ നിന്ന് മാറാതെ നിന്നാൽ മതി. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഞാൻ വിട്ടുമാറാതെ നിന്നാൽ മാത്രം മതി, എനിക്കത് മാത്രം മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് അനർത്ഥം സംഭവിക്കും. എപ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ഒന്നും മനസ്സിലായില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ മക്കളോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അപകടം വരും. കോരഹപുത്രന്മാർ അവർ അന്ന് അപ്പൻ്റെ കൂടെ നിൽക്കാതെ മാറിയതുകൊണ്ട്, മത്സര്യരുടെ കൂടെ നിൽക്കാതെ മാറിയതുകൊണ്ട്, മത്സര്യരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ, കോരഹിൻ്റെ ശേഷമുള്ള തലമുറയിലെ മക്കൾ അവരനുഗ്രഹിക്കപ്പെട്ടത്. ഇവിടെ നമുക്ക് 84 സംഗീതത്തിൻ്റെ ഒടുവിലത്തെ ആദ്യ ഭാഗം വായിക്കാം. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ കോരഹപുത്രന്മാരെന്ന് പറയുന്നത് അവരുടെ സങ്കീർത്തനങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും, വലിയ സന്തോഷത്തോടെ അവർ പറയുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത് തുണയായിരിക്കും. 46 സംഗീതത്തിൽ 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ അവർ പാടുകയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അതാണ്, എന്തെല്ലാം വന്നാലും എനിക്ക് ഭയമില്ല. കാരണം ദൈവമാണ് എൻ്റെ സങ്കേതം, ദൈവമാണ് എൻ്റെ ബലം, ദൈവത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തെ വീണാലും, അതിൽ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്നെ ശബ്ദം കൽപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. യഹോവ നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലമാകുമ്പോഴും നമുക്കൊരു ധൈര്യം കിട്ടും. ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൗഖ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ഓർത്തുകൊള്ളണം, അശുദ്ധിക്ക് കൂട്ടുകൂടരുത്, തിന്മയ്ക്ക് കൂട്ടുകൂടരുത്, അവിശ്വാസികളോട് കൂട്ടുകൂടരുത്. അവിശ്വാസികളുമായി നാം ഒരു കാര്യത്തിലും നാം ഒരുമിച്ച് ഒരു നുഖത്തിൽ വെച്ച് പൂട്ടുവാനിട വരരുത്. അതാണ് അവിശ്വാസികളോട് ഇണയെല്ലപ്പെട്ട് കൊണ്ടിരുതെന്ന് പറയുന്നത്. കോരിന്ത്യർ 2 കോരിന്ത്യർ 6-ാം വാക്യം. അവിശ്വാസികളോട് ഇണയെല്ലപ്പെട്ട് കൊണ്ടരുത്. ബി നോട്ട് യോക്ക് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളുമായി ഒരു നുഖത്തിൽ വെച്ച് പൂട്ടരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം. പലപ്പോഴും ഈ ബിസിനസ് കാര്യങ്ങളിലൊക്കെ വരുമ്പോഴേക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടല്ലോ. ഒരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ എളിയ അഭിപ്രായം പറയുകയാണ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലതല്ല. ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ് നല്ലതല്ല. കാരണം ആദ്യം വളരെ നന്നായിട്ട് തുടങ്ങിയാലും പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ. പക്ഷേ നല്ല അനുഗ്രഹീതരായ ദൈവമക്കൾ ഒരു മനസ്സോടെ നല്ല ഭംഗിയായിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് ചെറിയ ചെറിയ അകൽച്ചകളും മക്കച്ചിക്കലുകളും നീരസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പോരുകളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസികളായ ദൈവമക്കൾ തന്നെയാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ഒരിക്കലും ചേർച്ചയല്ല. അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, ഈ ഒരു വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയണം. വിവാഹബന്ധത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഒരു അവിശ്വാസിയാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ തകർച്ച വരും, സ്വാഭാവികമായിട്ട് വരും. ഭർത്താവ് അവിശ്വാസിയാണെങ്കിൽ ആ കുടുംബബന്ധത്തിൽ തകർച്ച വരും. വിശ്വാസികൾ തമ്മിലാണ് വാസ്തവത്തിൽ ചേർച്ച വരേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയുള്ളവരായാലോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കൂട്ടായ്മയിലുള്ളവരാണെങ്കിൽ അവരുമായിട്ട് വിവാഹബന്ധമാകാലോ, അങ്ങനെ വിചാരിക്കേണ്ട. തുറന്ന് ഞാൻ പറഞ്ഞു തരികയാണ്, കൂട്ടായ്മയിൽ വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ആരും തികഞ്ഞവരൊന്നുമല്ല. തുറന്നു പറയുകയാണ്, കൂട്ടായ്മ വരുന്നവർ അനേകരും വളരെ ഹീനമായ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. കൂട്ടായ്മയിൽ വരുന്നവർ അനേകരും എപ്പോഴും ഈ വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും സ്വാർത്ഥതയും അസൂയയും എല്ലാം ഉള്ളവരുണ്ട്. അതൊന്നും മാറാതെ പ്രകടമായിട്ട് അതെല്ലാം ഉള്ളവർ തന്നെയുണ്ട്.
അത് കൂട്ടായ്മയുള്ളവർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മേന്മ കൽപ്പിക്കേണ്ടതില്ല. പക്ഷേ ഒന്ന് നോക്കണം, വിവാഹബന്ധത്തിൽ നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബം എങ്ങനെയാണ്, പശ്ചാത്തലം എങ്ങനെയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണ്, ഒരു ആത്മീയ പാരമ്പര്യമുണ്ടോ, ദൈവവിശ്വാസമുണ്ടോ, അവർ തിന്മ ചെയ്യാൻ മടിക്കുന്നവരാണോ, തിന്മ വരരുത് നിർബന്ധമുള്ളവരാണോ, അവർക്ക് യാതൊരു വിധത്തിലും വേണ്ടാതനങ്ങൾക്കൊന്നും പോകാത്തവരാണോ, മാതാപിതാക്കൾ എങ്ങനെയാണ്, തലമുറ എങ്ങനെയാണ്, ഇത് നാം സൂക്ഷിച്ചിരിക്കണം. മറ്റൊരു ക്വാളിഫിക്കേഷൻ നോക്കണ്ട, എന്ത് സ്ത്രീധനം എന്തുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് സ്വത്തുണ്ടെന്നോ ഒന്നും നോക്കണമെന്നില്ല, എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നോ നോക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാതാപിതാക്കളുടെ പശ്ചാത്തലം നോക്കിയിട്ട് വേണം, അവരുടെ സ്വഭാവ ഗുണങ്ങൾ നോക്കിയിട്ട് വേണം മക്കളെ വിവാഹം കഴിച്ചയക്കാൻ, മകൻ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ കൊണ്ടുവരാൻ. എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഈ അവിശ്വാസികളുമായി ഇണയിലപ്പെടരുത്. ബി നോട്ട് യോക്ഡ്, മുഖത്തിൽ വെച്ച് പൊട്ടരുത്. ബി നോട്ട് യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില നിഷ്ഠകൾ ആവശ്യമാണ്. ചില നിഷ്ഠകൾ. ഒരു കാര്യത്തിലും ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ ഭവിക്കാൻ ഇടവരരുത്. സ്വർഗത്തിൽ ദൈവം നോക്കുമ്പോൾ ഒരു തിന്മ എന്നിൽ കാണരുത്. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ എൻ്റെ പക്ഷത്ത് ഒരു തിന്മ കാണരുത്. അത് നമ്മുടെ നിത്യ വിഷയമായിരിക്കും, നിത്യ ചിന്താവിഷയമായിരിക്കണം. ഒരു കാരണവശാലും ജീവനുള്ള ദൈവം നോക്കുമ്പോൾ ഒരു കുറ്റം എന്നെക്കുറിച്ച് പറയാനിട വരരുത്. പിശാച് നോക്കുമ്പോഴും അവൻ അവകാശം പറയാനിട വരരുത്. എൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റം കണ്ടാൽ പിശാച് അവകാശം പറഞ്ഞുകൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലും. പിശാചിന് ദൈവസന്നിധി ചെല്ലാം. എങ്ങനെ ചെല്ലാം? ഒരു ദൈവവൈതലിലെ കുറ്റം കണ്ടാൽ പിശാചിന് ധൈര്യമായിട്ട് കടന്നു ചെല്ലാം. ദൈവസന്നിധിയിലേക്ക് പിശാചിന് പ്രവേശിക്കാനുള്ള ചാൻസ് അങ്ങനെയുള്ളൂ. ദൈവം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തുന്ന ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ഒരു കുറ്റം കണ്ടാൽ എപ്പോഴും കുറ്റം ചുമത്താൻ നിൽക്കുന്ന അപവാദിയായ പിശാച് ദൈവസന്നിധിയിലേക്ക് പറന്നു ചെല്ലും. ദൈവം വേദനയോടെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇവൻ എന്നെ തെറ്റ് ചെയ്തില്ലയോ എന്ന് പറയുമ്പോൾ ദൈവം വേദനയോടെ കേട്ടുകൊണ്ടിരിക്കും. ദൈവം നിസ്സഹായനായി വേദനിച്ചുകൊണ്ടിരിക്കും. അതാണ് നാം സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കൂ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ദർശനം കിട്ടുകയാണ് സഖരിയാവിന്. ഒരു സാത്താൻ ദൈവപുരുഷനായ യോശുവയെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദയവായിട്ട് ചിന്തിക്കണം, എന്നെക്കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുവാൻ പിശാചിന് എന്തെങ്കിലും വകയുണ്ടോ? എന്നെക്കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുവാൻ അപവാദിയായ പിശാച്, കുറ്റം പറയാൻ നിൽക്കുന്ന പിശാച്, എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുന്ന സാത്താന്, അവൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം ചുമത്താൻ വകയുണ്ടോ എന്നിൽ? അത് നമ്മൾ നിരന്തരമായി ശ്രദ്ധയായിരിക്കണം. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആത്മീയ ജീവിതം വളരെ സുഗമമായി കൊണ്ടുപോകാം, നന്നായിട്ട് കൊണ്ടുപോകാം. എന്നെക്കുറിച്ച് പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിലുള്ള പൈസയാകാം, എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ എന്തെങ്കിലും ആകാം, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആകാം, ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ധനം ഏതെങ്കിലും ആകാം. എന്തെങ്കിലും കാര്യത്തിൽ ശത്രുവായ പൈശാചികന് എന്നെക്കുറിച്ച് കുറ്റം പറയാൻ എന്തെങ്കിലും വകയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ മഹാഭാഗ്യമാണ് കുറ്റം പറയാൻ ഇടയില്ലാതിരിക്കുക എന്ന് പറയുന്നത്. പിശാച് നോക്കുമ്പോൾ കുറ്റം പറയാൻ ഇടയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. എന്തൊരു സമാധാനമാണെന്നപ്പോൾ. അത് കുറ്റം പറയാൻ വകയുണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ, അതിലിങ്ങനെ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു ശാന്തതയാണ്, വലിയൊരു ധൈര്യമാണ്, വലിയ പ്രാഗൽഭ്യമാണ്. നമ്മുടെ മനസ്സിന് ചലനം വരികയില്ല, ഇളക്കം വരികയില്ല. വ്യക്തമായ ചില കാഴ്ചപ്പാടോടെയാണ് നാം പോകുന്നത്. ചില തത്വങ്ങളുണ്ട്, നമുക്ക് തത്വാധിഷ്ഠിതം തത്വങ്ങളുണ്ട്. പറയില്ലേ, ഹീസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്, എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ചില തത്വങ്ങളുണ്ട് നമുക്ക് ചില തത്വദീക്ഷകളുണ്ട്, തത്വനിഷ്ഠകളുണ്ട്. അതിന് കടുകട മാറുകയില്ല. എന്ത് വന്നാലും ശരി, തെറ്റായതിന് ഞാൻ കൂട്ടുകൊള്ളുകയില്ല, അശുദ്ധമായതിൽ ഞാൻ പങ്കാളിയാവുകയില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കും, ആത്മീയ സമർപ്പണം എടുക്കും. പക്ഷേ സമർപ്പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമർപ്പണം ചോർന്നു പോകാൻ കാരണം ശത്രുവായ പൈശാചികൻ നമ്മിൽ അവകാശം വന്നുകൊണ്ട് നിൽക്കുന്നു. നമ്മളത് അറിയുന്നുമില്ല. നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന അറിയുന്നില്ല, നമ്മുടെ വിശുദ്ധി ചോർന്നു പോകുന്ന അറിയുന്നില്ല, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനം ചോർന്നു പോകുന്ന അറിയുന്നില്ല. പക്ഷേ ഈ അനുഗ്രഹം, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാം. കർത്താവേ, പിശാച് അവകാശം പറയുന്ന ഒന്നുമില്ലാതെ
എനിക്കൊരു പൂർണ്ണ വിശുദ്ധനായി നിൽക്കണമല്ലോ. ദൈവത്തോട് പറയണം. ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വാക്കാണ് കേട്ടോ അത്. കർത്താവിന് വലിയ ഇഷ്ടമാണത് കേൾക്കുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കർത്താവേ, ഇത് ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ, എനിക്ക് പാവം കൂടാതെ നിൽക്കാൻ കൃപ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ, അപ്പോൾ നീ അത് തരുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വാദിക്കാറുണ്ട് ദൈവത്തെ. വാദിക്കാന്ന് വെച്ചാൽ ഞാൻ പ്ലീഡ് ചെയ്യാറുണ്ട്, ദൈവത്തിൽ യാചിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും കാലം നീ ആയുസ് തന്നു, ഇനി എത്ര ആയുസ്സുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കർത്താവേ, ഇനിയുള്ള കാലം കുറ്റമറ്റ് നിൽക്കാൻ ആര് നോക്കിയാലും, മനുഷ്യൻ നോക്കിയാലല്ല, ആര് നോക്കിയാലും, പിശാച് നോക്കിയാലും, പിശാചിൻ്റെ പിണിയാളുകളായ പിശാചിൻ്റെ ഏജൻറ്റുമാരായ ആളുകൾ നോക്കിയാലും ആർക്കും കുറ്റം പറയാൻ, ഇന്നത് തെറ്റായെന്ന് ചൂണ്ടിക്കാണിക്കാൻ, സത്യമായും ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെയുള്ള വ്യാജമായി ചൂണ്ടിക്കാണിക്കുന്നവരുടെ അപവാദം പറയുന്നവരുണ്ട്, അത് നോക്കണ്ട. സത്യമായിട്ട് വാസ്തവമായിട്ട് എന്നിലുള്ളത് പിശാച് ചൂണ്ടിക്കാണിക്കാൻ വകയുള്ള ഒന്നും എന്നിലുണ്ടാകരുത് കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ചിന്തിക്കുമോ? ഇന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് ഞാൻ പുതിയ തീരുമാനമെടുക്കുകയാണ്. യഹോവ ഉണ്ടാക്കിയ ദിവസം ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വരണം. കർത്താവേ, മരണത്തോളം എൻ്റെ അടുക്കളയിലെ പെരുമാറ്റത്തിൽ, എൻ്റെ വീട്ടിലെ ഊടുമേശയിലുള്ള പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, എൻ്റെ കർത്താവേ, എൻ്റെ കിടപ്പുമുറിയിലെ സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, അല്ല എൻ്റെ ഓഫീസിൽ, വേണ്ട എവിടെയാണെങ്കിലും കർത്താവേ, ഒരു പാപത്തിൻ്റെ കണികയേശാതെ പിശാചിന് അവകാശം പറയാൻ ഒന്നുമില്ലാതെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, കാണാം നിങ്ങൾക്ക് ജയം കിട്ടി വരുന്നത്. അത്ഭുതകരമായ വിജയം നിങ്ങൾ കിട്ടും, സംശയമില്ല. വാസ്തവമായി ആഗ്രഹിക്കൽ ദൈവജനം ഇന്ന് ആ വഴിയിലേക്ക് തിരിയണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. മനസ്സറിഞ്ഞൊരു പാവം വരരുത്. ഇതൊക്കെ എന്നും കേൾക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് അങ്ങനെ എന്നും കേൾക്കുന്നു വിചാരിച്ച് വിടരുത്. മനസ്സറിഞ്ഞൊരു പാവം വരരുത്. പാവം തോന്നുന്നൊന്നും വരരുത്. ഇത് പാവമാണെന്ന് നമുക്ക് തോന്നും, അങ്ങനെയുള്ളതും വരരുത്. നമുക്ക് സന്ദേഹമുള്ള, സംശയമുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഉറപ്പുണ്ടായിരിക്കണം, ഈ കാര്യം യേശു പ്രസാദിക്കുന്നതാണെന്ന് ഉറപ്പുള്ള രീതിയിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങൾക്ക് വളർന്നു വരാം. അനുഗ്രഹം നിങ്ങളെ പിന്തുടർന്ന് വരും. പിന്നാലെ നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ സമയം അവിടുത്തെ ഞങ്ങൾ നീട്ടിയതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഫലമേൽപ്പിച്ചവരെല്ലാവരെയും അവിടുന്ന് ചേർത്തണയ്ക്കണമേ. അടുത്ത വിലാവിനോട് ചേർത്ത് അടച്ച് പിടിക്കണമേ. ഓരോരുത്തരെയും തിരക്തത്താൽ കഴുകണമേ, തിരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. എൻ്റെ നാഥ, നിൻ്റെ നാമം ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.